വക്കം ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹസ്വാഗതം. തിരശ്ശീലയ്ക്ക് പിന്നിൽ വർത്തമാനങ്ങൾ പറഞ്ഞെത്തുന്നത് ഈ നാട്ടിലെ സഹോദരികളാണ്. മാലിന്യ കൂമ്പാരങ്ങൾ ചുമലേറ്റുന്ന കർമ്മസേന, മണ്ണുഴുതു മറിക്കുന്ന തൊഴിലുറപ്പ് കർഷകർ, അങ്കണവാടി മക്കൾക്ക് അക്ഷരവും അറിവും പകർന്നു നൽകുന്നവർ, അവർക്ക് അന്നമൊരുക്കി ഊട്ടുന്നവർ, വീട്ടമ്മമാർ, അധ്യാപകർ, കലയിലൂടെ ഈ നാടിന് സാംസ്കാരിക വെളിച്ചമേകുന്നു. അവർ ഈ മലയാള ദേശത്തിന്റെ പെൺസങ്കടങ്ങൾ വേദിയിൽ പറയുമ്പോൾ പ്രോത്സാഹിപ്പിച്ചും ഫോണുകൾ നിശബ്ദമാക്കിയും നമ്മൾ അവർക്ക് ഒപ്പമുണ്ടാകണം. മുട്ടിക്കുള്ളിലെ രാഷ്ട്രീയ കൊടി നിറവും ഉടലിലെ മതചിഹ്നത്തിനുമപ്പുറം പെണ്ണൊരുമ നാടിനകം സഞ്ചരിക്കുന്നു. നമ്മൾ അവർക്കൊപ്പം ഓരം ചേർന്ന് നടക്കുന്നു. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും. അവയെ പേടിപ്പിച്ചും ഇലകളും കണ്ണുകളും ഉരുകി ഒലിച്ചാൽ ആണാകുന്ന അവൾ വീണ്ടും വിരൽ ചൂണ്ടി പറയുന്നു, നീ വെറും പെണ്ണെന്ന്. അതെ, ഞങ്ങൾ പെണ്ണുങ്ങൾ. പക്ഷേ നിന്റെ പുരുഷാഹങ്കാരം ചവിട്ടി നിൽക്കുന്നത് അതേ പെണ്ണിന്റെ ഹൃദയത്തിലാണ്. സർവസഹയായ ഭൂമി അമ്മയുടെ ഹൃദയത്തിൽ പെണ്ണാൾ ജനിച്ച് വേഷമാണോരും പെൺചരണയാൽ പുരുഷാച്ചാണ്. പെൺരക്തം ഒഴുകി വീണ്ടും വരികയാണ്. ഈ മണ്ണിൽ ജീവിച്ചും സ്നേഹിച്ചും കൊതിയില്ലാതെ ചിറകറ്റ് പോയ മാലാഖമാരുടെ കരങ്ങൾ ചേർത്തവർ വീണ്ടും വരവായി.
പാതാളയുടെ ധൂമപടലങ്ങളിൽ ഇനി അവസാനിക്കാനുള്ളതല്ല തിരുത്തലുണ്ട്. എന്റെ ജീവിതമാണ് ഞാൻ തെളിയിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. എന്റെ നാടിനെ താഴ്വരക്കാർ കീഴ്പ്പെടുത്തിയും ഈ മണ്ണിന്റെ മക്കളെ അടിമകളാക്കി ഇവിടെ വാണെന്ന ബ്രിട്ടീഷുകാരുടെ അധികാര ദുർമോഹത്തെ ഈ ശക്തിയുടെ വാർത്തന കരുത്തിനാൽ അരിഞ്ഞു വീഴ്ചത് കുട്ടിക്കളിയുടെ സമയം സമാഗതമായിരിക്കുന്നു. നമ്മെ അടിമകളാക്കി അടക്കി നടന്ന വിദേശികൾ ഈ നാടുകളിൽ വൈകിട്ടും ഈ നാട്ടിലെ പെണ്ണ് ഇന്നും അടിമ. സമസ്ത മേഖലയിൽ സ്ത്രീയവകാശത്തിന്റെ പുതിയ പോരാട്ടത്തിനായി ഇവിടെ തുടക്കം കുറിക്കുന്നു. വരിക, അണിചേരുക. ചരിത്രത്തിലെ പാളിപ്പുകഴ്ത്തലുകൾ ആയോധനകലയിലെ റാണിയെന്ന് ഞാൻ ഉണ്ണിയാർച്ച, പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച. അക്രമങ്ങൾക്കെതിരെ ഞാൻ ചുരുട്ടിയ ചുരുക്കത്തലകളിൽ അറ്റുവീണ ശിരസുകളിൽ നിന്ന് പടർന്നൊഴുകിയ നിലത്താൽ കടത്തനാട് രാജ്യം സുശക്തമായി. എന്റെ പൊന്നാമല ആയോധന സേനകളെ ചതിച്ചു കൊന്ന ചത്തുവിന്റെ രക്തം സിരകളിലോടുന്ന ആൺമനുഷ്യന്റെ കുണ്ടങ്ങൾ ഈ രാജ്യത്ത് ഇന്നും സസുഖം വാഴുന്നുണ്ട്. ഞാൻ വരികയാണ്. ഉലക്കത്തെ വേഷം ചുറ്റിയ പഴയ ഉണ്ണിയാർച്ചയായല്ല, പിഞ്ചു പെൺമക്കളെ പീഡിപ്പിക്കുന്ന സംഘം ചേർന്ന് വൈകുന്ന ആൺപെണ്ണിനാൽ പെണ്ണിന്റെ മാനം പറയുന്ന രാക്ഷസവാദത്തിനെതിരെ പെൺകരുത്തിനെ കൂട്ടം ചേർക്കാൻ പുതിയ രംഗത്തിന് ചുരിക ചുരണ്ടാനായി ഉണ്ണിയാർച്ച പുനർജനിയാവും. എന്നെ മറന്നോ? ഞാൻ മദർ തെരേസ. ഇന്ത്യ എന്റെ ജന്മദേശമല്ലെങ്കിൽ ഈ രാജ്യം എന്നെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധ എന്ന വിളിയോടെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. വീണുപോയ തെരുവിന്റെ മക്കളെ ആൺപെൺ വർണ്ണ വ്യത്യാസമില്ലാതെ എന്റെ കരങ്ങളാൽ കോരിയെടുത്തപ്പോൾ അവൾ എന്റെ കണ്ണുകളിൽ നോക്കി വെളുത്ത മാതയായ ഞങ്ങളുടെ അമ്മയെ തളർച്ചയോടെ പിടിച്ചപ്പോൾ പലപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. കുഷ്ഠരോഗികളുടെ മുന്നിൽ മനസ്സിലേക്ക് കഴിയുമ്പോഴും ക്യാൻസർ രോഗികളെ ആശ്വസിപ്പിക്കുമ്പോഴും അവരിൽ എനിക്ക് പാവം മനുഷ്യരായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇന്ന് ഈ നാട്ടിൽ എന്തൊരു മാറ്റമാണ്! അധികാര വിജയങ്ങൾക്കായി ജാതിയും മതവും മനുഷ്യ മനസ്സുകളിൽ നിറച്ച സ്വതന്ത്രശാലികൾ. സ്ത്രീ സമൂഹം സർവ്വമേഖലകളൊന്നും ഉറക്കെ പ്രസംഗിക്കുമ്പോഴും സർവ്വയിടങ്ങളിലും ഇന്നും ഐത്തം പറഞ്ഞ് സ്ത്രീകളെ അകറ്റി നിർത്തുന്ന തിന്മ. ഞാൻ വനിതയാണ്. മനുഷ്യ മനസ്സുകൾ ക്യാൻസർ പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന വർഗീയതയെ സ്നേഹത്താൽ അണിയിച്ചു കളയുക. സമസ്ത മേഖലകളിലും സ്ത്രീക്ക് പുരുഷനോളം തുല്യതയ്ക്കായുള്ള നിശബ്ദ സമരത്തിനായി ഞാനെന്ന മതപ്രീതയ്ക്ക് ഒരു ജന്മം. ഞാൻ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിനായി 26 വെടിയുണ്ടകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈ മണ്ണിൽ അണിച്ചേർന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്റെ രക്തസാക്ഷ്യത്തിന്റെ തലേ ദിവസം ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്റെ അവസാന ശ്വാസം വരെയും എന്റെ അവസാന തുള്ളി രക്തം ചിന്തും വരെയും എന്റെ രാജ്യത്തിന്റെ നന്മയ്ക്കായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേ. നിങ്ങൾ സ്നേഹത്തോടെ വിളിച്ച ഉരുക്ക് വനിത എന്ന് ലോകം അംഗീകരിച്ചാൽ ഇന്ന് ഈ നാടിന്റെ ദുരവസ്ഥയോട് വല്ലാതെ വേദനിക്കുന്നു. ചരിത്രവും പുരാണങ്ങളും ദീർഘിക്ക് നൽകിയ പേരായിരുന്നു സ്ത്രീ. എന്റെ മരണത്തിന് ശേഷമുള്ള 41 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ രാജ്യത്തിലെ അമ്മമാർ, സഹോദരികൾ, പെൺമക്കൾ അനുഭവിക്കുന്ന വേദനകൾ, പീഡനങ്ങൾ, അടിമത്തം കാണുമ്പോൾ ഹൃദയം വല്ലാതെ ഉടയുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഈ ഇന്ത്യൻ മണ്ണിലേക്ക് വരികയാണ്. ശക്തി ദുഃഖിയായ എന്റെ ഈ അവതാര രാഷ്ട്രീയത്തിലേക്കല്ല, ഈ രാജ്യത്തിലെ പഞ്ചവന് നിഷേധിക്കപ്പെട്ട
ഒരിക്കലും ഉയരാത്ത തീർച്ചയായും 20 ജീവിതവേഷങ്ങൾ അവൻ കിട്ടിയാണ്. സ്ത്രീയുടെ നിന്നും പണം നൽകുന്ന കണ്ണീരില്ല. ഭൂമി കുന്നുപോയി. സ്ത്രീയുടെ വേദന ഒച്ചകൾ പുരുഷന്റെ രക്തിയാഘോഷത്തിൽ അറിവില്ലാതായി. അവരുടെ നിശബ്ദങ്ങൾ ഭൂമിയിൽ പ്രളയമായി. അവരുടെ സങ്കട വിശ്വാസങ്ങൾ കൊടുങ്കാറ്റായി. ജീവിച്ച് മരിച്ചവരല്ല, മരിച്ച് ജീവിച്ചവരുടെ രോദനം എന്റെ മനസ്സിലേക്ക് കൊണ്ടു. പുരുഷകളിലെ ആയുധ മുറിച്ചുകളിൽ എന്റെ മനസ്സിലും ഭയന്നിട്ടില്ല, പതറിയിട്ടില്ല. എന്നാൽ ഈ മലയാള ദേശത്തിൽ സ്ത്രീക്കെതിരെയുള്ള അപവാദങ്ങളുടെ അസ്ത്രമുലകൾ തടുക്കാൻ ഒരു ഉയർ ശബ്ദം പോലും ഉയരാന്ന് പറയുമ്പോൾ വല്ലാത്ത ലജ്ജ തോന്നും. ആണവത്തിൽ അമർച്ച ചെയ്യപ്പെട്ട ലജ്ജമില്ലാത്ത വനിതകളുടെ ശാപാക്കളാൽ ഈ മലയാള നാട് വെട്ടുകെട്ടിനാകാതിരിക്കാൻ മുക്തിയേകാം നമുക്ക് ഈ സ്ത്രീ ഹൃദയങ്ങൾക്ക്. കേൾക്കാം നമുക്ക് അവരുടെ സങ്കടങ്ങൾ, തലോടി അടിക്കാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക്. അവർ വരികയാണ്. എന്റെ പോരാട്ട രീതികളിൽ എന്റെ ഇടംബലം വെളിപ്പെട്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവളുടെ കയ്യിൽ അത് അടിമത്തങ്ങളെ അണിയുന്നത് എന്തിനാണ്? അവളെ അകറ്റി നിർത്തിയത് എന്തിനാണ്? സ്വതന്ത്രനാക്കോ? അവൾ മറ്റു കച്ചവടങ്ങളാൽ വളർന്നില്ലേ? ഇവരെ സ്വതന്ത്രനാക്കോ? വലിയ ലക്ഷ്യത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഈ അഭയ കർത്താവിന്റെ മണവാട്ടിയായി സന്യാസജീവിതം ആരംഭിച്ചത്. പക്ഷേ കാണാൻ പാടില്ലാത്തതിനെ കാട്ടാൻ അത് ഞാൻ ഉച്ചത്തിൽ പറയുന്നത് മനസ്സിലായതുകൊണ്ട് ദൈവദൂതന്മാർ തന്നെ എന്നെ കൊന്ന് കിണറ്റിൽ തള്ളി. 33 വർഷങ്ങൾ കഴിയുന്നു. എന്നെ കൊന്നവരെ ആരെങ്കിലും ശിക്ഷിച്ചോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസികളുള്ള നമ്മുടെ രാജ്യം കേവലമായ ഒരു കന്യാസ്ത്രീയുടെ കൊലപാതകത്തിന് മുന്നിൽ നാളെ നിൽക്കുന്നു. അധികാരവും മതവും പണവും ഒന്നു ചേരുമ്പോൾ തിന്മ വിജയിക്കും. കാണാൻ പാടില്ലാതെ കണ്ടുപോയാൽ നാം അടക്കരുത്, അല്ലേ? എന്തൊരു നീതികേടാണിത്. എനിക്ക് കുഞ്ഞിനെ മുതലേ പാമ്പിനെ വലിയ പേടിയായിരുന്നു. പക്ഷേ അവസാനം പാമ്പിനെ കടുപ്പിച്ച് കൊന്നല്ലേ? എന്തിനാ പാമ്പിനെ പാമ്പിനെ കടുപ്പിച്ചത്? എന്നെ കൊന്നത് എന്തിനാ? എന്തൊക്കെ സർവ്വസ്വത്തുക്കൾ എന്റെ അച്ഛൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഞങ്ങളുടെ പൊന്നും പണവും കാറും റബ്ബർ തോട്ടങ്ങളും എല്ലാ സാധനങ്ങളും അത്യാവശ്യം എന്നെ കൊന്നു കാണല്ലേ?
വിസ്മയായ എന്നെ നിങ്ങൾ വിസ്മരിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, വിവാഹശേഷം ഭർത്താവിന്റെ അച്ഛനമ്മയും ഞങ്ങളെ പോലെ കണ്ട് സ്നേഹിക്കണമെന്ന്, അവർ നിന്നെ മകളെ പോലെ കണ്ട് ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അണിഞ്ഞുകൊണ്ടുവന്ന മുഴുവൻ സ്വർണവും എന്റെ അമ്മായിമ്മ പെണ്ണമായി ഊരിയെടുത്തു. പിന്നീട് ഓരോ ദിവസവും ഞാൻ അനുഭവിച്ച വേദനകൾ, വിവാഹസ്വീകരണമായി നൽകിയ സ്വർണം മാറ്റമുള്ളതാണെന്ന് പറഞ്ഞ് എന്നെ പൊതിരെ തള്ളി. വിവാഹത്തിന് സമാനമായി നൽകിയ കാർ പുത്തൻ ഓടക്കാരനെന്ന് പറഞ്ഞ് ശാരീരികമായി പീഡിപ്പിച്ചു. താലികെട്ടിയ പുരുഷനിൽ നിന്നൊരു സ്നേഹ ചുംബനം, ഇഷ്ടത്തോടുള്ളൊരു ചേർത്തു പിടിക്കൽ, അത്രയും ചെറിയ മോഹമായിരുന്നു എന്റേത്. പക്ഷേ ശാരീരികമായി മുറിവേൽപ്പിച്ചു മാനസികമായി നേർന്ന് ഒന്നും കഴിഞ്ഞില്ലേ, കൊന്നു കഴിഞ്ഞില്ലേ. ആ ദുഷ്ടരംഗങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടി ആഡംബരത്തോടുകൂടി ഇന്നും ഇവിടെ തന്നെയുണ്ട്, ഇവിടെ തന്നെ. സൗമ്യ കൃഷ്ണന്റെ ക്രൂര കൊലപാതകത്തിന് ശേഷം കേരളത്തിൽ നടന്ന പ്രതിഷേധ സമരങ്ങളെല്ലാം നിരവധിയായി. മോഷണത്തിനെതിരെ ഓരോ പേരിൽ നിന്ന് ചെയ്തിരുന്ന മോഹിക്കാൻ സാധിക്കുന്ന രാക്ഷസ എന്റെ അച്ഛനമ്മമാർ കൂടി സർക്കാരിൽ കൈവഴിക്കുന്ന പൈസ കൊണ്ട് മുണ്ട് ഉറങ്ങി സുഖിച്ച് നിർമ്മിതി ചെയ്ത് കഴിയുന്നു. വീട് ഒടിഞ്ഞ് ഇറങ്ങി എന്റെ ശരീരം, എന്റെ മുറിവുകളിൽ നിന്നെഴുതിയ രക്തം, രക്തനാഥങ്ങളുടെ നാം ശരീരത്തിലാണ് ഗോവിന്ദ സ്വാമി മംഗളാക്കണം. ആ വിഷാദി നീതിന്റെ തൂക്കുകയിൽ ലാളിനെ കാണാൻ കാത്തിരുന്ന് എന്റെ കേരളത്തെ നമ്മുടെ നീതിവിരുദ്ധരെ എവിടെയോ പുതിയ പുലരിക്ക് നിമിഷങ്ങൾ മാത്രം ബാക്കിയിരുന്നപ്പോൾ ചോരയൊലിക്കുന്ന മുഖവുമായി സഞ്ചരിയെ പോലീസ് എന്നെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ ഡോക്ടർ വന്ദനാദാസ്. രോഗിയുടെ മുറിവ് തുന്നിക്കെട്ടാൻ വേണ്ടിയുള്ള അതേ കഥയുണ്ട്. കൊട്ടാരത്തിലെ താലൂക്ക് ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട മെഡിക്കൽ രക്തസാക്ഷി. ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസ് എനിക്ക് വന്നിരുന്ന നന്മ. എന്റെ മുന്നിലെത്തുന്ന രോഗി കൊലപാതകത്തിലാണെങ്കിൽ പോലും സ്നേഹത്തോടെ ശുശ്രൂഷിക്കണമെന്ന ഞാനത് ചെയ്തു. പകരമായി മധ്യാഹ്നം വന്നത് എന്റെ ജീവനാണ്. അക്രമി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസ് അയാളെ വിലങ്ങുവച്ചിരുന്നെങ്കിൽ കളഞ്ഞില്ലേ എന്റെ കുഞ്ഞു പിതാക്കൾ. ഈ നാടകത്തിന്റെ അവസാന ഭാഗമാണ്. കളിച്ചതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ?
ആ